കൊണ്ടുവന്ന് അത് പ്രാക്ടീസ് ചെയ്ത് രാഷ്ട്രപതി ഭവനിൽ പ്രോഗ്രാം ചെയ്തു. 3 ശ്ലോകങ്ങൾ എടുത്തിട്ട് കൃഷ്ണനും ഇന്ന് ഞാൻ തന്നെ ആയിക്കൊണ്ട് അർജുനും ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ വന്നിട്ട് അസലായി ഇട്ടു കുട്ടി പറഞ്ഞു. ഇട്ടു എന്ന് കേട്ടപ്പോഴേക്ക് ഞാൻ ചെയ്ത് വള്ളുവനാടൻ എൻ്റെ ആക്ഷൻ എന്താ പറയുക, അത് എനിക്ക് വളരെ ഇതായി. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു എന്നോട് നാളെ ഒന്ന് വന്നിട്ട് താജ് ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്, നാളെ ഒന്ന് വന്ന് കാണുമോ ചോദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം താജ് ഹോട്ടലിൽ പോയി. അപ്പോൾ അവരാണ് പത്മശ്രീ പത്മഭൂഷൺ ഡോക്ടർ മൃണാളിനി സാരാഭായ്. അവരാ മലയാളത്തിൽ സംസാരിക്കും. അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ആഫ്രോ ഏഷ്യൻ ഫെസ്റ്റിവലിന് വേണ്ടി അമേരിക്കയ്ക്ക് പോവാൻ അടുത്ത മാസം, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാൻ, കാരണം ജോലി ചെയ്യണ്ടോ നമുക്ക് ആവശ്യം. അങ്ങനെ അവർ എന്നെ അഹമ്മദാബാദിലേക്ക് കൊണ്ടുവന്നു. 1972 സെപ്റ്റംബറോ ആഗസ്റ്റ് അങ്ങനെ എന്താ തോന്നുന്നു. അങ്ങനെ ഞാൻ അഹമ്മദാബാദിൽ വന്നു. എന്നിട്ട് 1 മാസം അവിടെ പ്രാക്ടീസ് ചെയ്ത് ആ പത്മഭൂഷൺ മൃണാളിനി സാരാഭായുടെ ഒപ്പം ഞാൻ ആദ്യം നൃത്തം ചെയ്തത് ഷിക്കാഗോയിലാണ്. ഷിക്കാഗോയിൽ രാസക്രീഡ ചെയ്തു. കഥകളിയിൽ അവർ രാധയും എൻ്റെ കൃഷ്ണനും ഒക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ഋഗ്വേദം ചെയ്തു അവിടെ തന്നെ. പിന്നെ ഒരുപാട് അന്ന് ഞങ്ങൾ മെക്സിക്കോ, ക്യൂബ, പോർട്ടറിക്കോ, കുറേ എനിക്കിപ്പോൾ പേരൊന്നും ഓർമ്മയില്ലേ, വെസ്റ്റ് ഇൻഡീസ് കളിക്കൊക്കെ വരുന്നില്ല അവരത്. പിന്നെ അങ്ങനെ കുറേ സ്ഥലത്ത് അന്ന് പോയിട്ട് അഹമ്മദാബാദിൽ തിരിച്ചു വന്നപ്പോൾ കുട്ടിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണെങ്കിൽ നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഷ്ടമാണ് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഭരതനാട്യം പഠിച്ചു, കുച്ചിപ്പുടി പഠിച്ചു. പിന്നെ കുറേ അവരുടെ കൂടെ ഇങ്ങനെ ധാരാളം അങ്ങനെ എനിക്ക് പറയാനറിയില്ല. പക്ഷെ 62 മുതൽ 2009 വരെ 10,000 പേജ് എങ്ങനെ ഉണ്ടായിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ. അതിൻ്റെ ഇടയിൽ ഇവരെയൊക്കെ മുമ്പിൽ കളിക്കാൻ സാധിച്ചു. കാരണം ഇന്ദിരാഗാന്ധിയുടെ മുമ്പ് എത്രയോ പ്രാവശ്യം കളിക്കാൻ സാധിച്ചു. അതൊക്കെ ഒരു മഹാഭാഗ്യമാണ്. അതിലൊക്കെ എനിക്ക് വിജയവാരുടെ മുമ്പിൽ കളിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് സംതൃപ്തി. പിന്നെ നിക്സന്റെ മുമ്പിൽ കളിച്ചിട്ടുണ്ട്, വാട്ടർ ഗേറ്റിന്റെ സമയത്തിന്റെ മുമ്പ്, നിക്സന്റെ മുമ്പ്, ക്ലിന്റന്റെ മുമ്പിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക മഹാഭാഗ്യം തന്നെയാണെന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അതിനെ പറ്റി അറിയില്ലായിരുന്നു. മൃണാളിനി സാരാഭായിയുടെ ശിക്ഷണത്തിൽ അഹമ്മദാബാദിൽ പ്രവർത്തിക്കുന്ന ദർപ്പണ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സ് ആയിരുന്നു ദീർഘകാലം കോട്ടയ്ക്കൽ ശശിധരന്റെ ലാവണം. 1973 മുതൽ അവിടെ പ്രവർത്തിച്ച അദ്ദേഹം ഇപ്പോൾ സ്വന്തമായി രൂപവൽക്കരിച്ച സൃഷ്ടി ഫൗണ്ടേഷന്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. പണിപ്പുരകളും രംഗ അവതരണങ്ങളും ലെക്ചർ ഡെമോൺസ്ട്രേഷനുകളും സംഘടിപ്പിക്കുന്ന അദ്ദേഹം ഇപ്പോഴും തിരക്കിലാണ്. എങ്കിലും വേരുകൾ അദ്ദേഹത്തെ തിരികെ നാട്ടിലെത്തിച്ചിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ സ്വന്തം ഗ്രാമത്തിൽ പുതുതായി പണി കഴിപ്പിച്ച വീട്ടിലിരിക്കുമ്പോൾ ശശിധരൻ ഒരു കാര്യം തിരിച്ചറിയുന്നു. ഇവിടെ ആരും കലാകാരനായി തന്നെ അറിയുന്നില്ലെന്ന വാസ്തവം. അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഇറ്റലിയിലോ ജപ്പാനിലോ ഇദ്ദേഹത്തെ കലാകാരനായി തിരിച്ചറിയുന്ന അത്രയും ആൾക്കാർ പോലും ഇവിടെ ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല. എങ്കിലും കോട്ടയ്ക്കൽ ശശിധരൻ കേരളത്തെ ഇഷ്ടപ്പെടുന്നു. ഇവിടുത്തെ വേദികളിൽ കെട്ടിയാടാൻ കൊതിക്കുന്നു. തിരിച്ചു വരവ് അഹമ്മദാബാദിൽ 39 കൊല്ലം അഹമ്മദാബാദിൽ നിന്നു. എൻ്റെ യശോദ, ഞാൻ അതിനെ പറയട്ടെ, വളർത്തമ്മ എന്നെ നല്ലോണം നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുട്ടിക്കാലത്ത് അനവധി മോഹങ്ങളുണ്ട്. ആദ്യം ഒരു കവിതയില്ലേ, മത്തഭൻ പാമ്പ് സ്നാനം കൊണ്ടല്ലോ സന്തോഷിക്കും എന്നുള്ള ഒരു കവിത ഉണ്ടല്ലോ. എത്ര സുഖത്തിൽ കണ്ടാലും മണ്ണ് ചളി മേലാരി എറിഞ്ഞാലേ അവന് സുഖം. എന്നാൽ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അനുഭവിക്കാനുള്ള മോഹങ്ങളുണ്ട്. കഥകളി ആയിരുന്നു, വള്ളുവനാടൻ സ്റ്റേജുകൾ, ഇവിടുത്തെ ജീവിതം, അതൊന്നും കുട്ടിക്കാലത്തിലായിട്ടില്ല. അപ്പം അതിനൊരു അതിഭയങ്കര മോഹം. അപ്പം ഞാൻ എൻ്റെ ദേവകിയുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ വന്നിങ്ങനെ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കും. മാത്രമല്ല എനിക്ക് പുറത്തുനിന്ന് കിട്ടിയ പല അനുഭവങ്ങളും ഇവിടുത്തെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് മോഹമുണ്ട്. അതിൻ്റെ സന്ദർഭങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ ഒന്നാമത് വേണ്ടത് ഗുജറാത്തിലൊന്നും കിട്ടാത്തത് കലകളില്ലാത്തത് കൊണ്ടാണ് ആ കലാപം ഉണ്ടായത്. ഇവിടെ അത് ഇല്ലാത്തതുണ്ടായിരുന്നത്, ഇവിടെ കലകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കലാപങ്ങളില്ലാത്തത്. പക്ഷെ ഇപ്പം ഇവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ നമ്മളെ എല്ലാം നിറഞ്ഞു നിന്ന നാട്ടിൽ വർഗീയ വിഷം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി സംഗീതവും നൃത്തവും സാഹിത്യവും ശില്പവും കാര്യവും സിനിമയും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് സ്വർഗ്ഗമാണ് നമ്മുടെ ഭൂമി, കേരളം. മറ്റൊരു സ്ഥലത്തില്ലാത്ത അനവധി സംഗതികൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതിന് എല്ലാവരും ശ്രമിക്കുക. എന്നെക്കൊണ്ടും എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളത് ചെയ്യണം എന്നുള്ളൊരു മോഹം കൂടിയാണ് നമ്മുടെ വരാൻ ഉദ്ദേശം. ഇതിനിടയിൽ വിവാഹം 1978 ഒരേ കുട്ടിയുണ്ട്. അവൻ ഇപ്പോൾ ന്യൂയോർക്കിൽ ജോലി ചെയ്യാണ്. അവൻ ഒരു 10ൽ പഠിക്കുമ്പോൾ അവനൊരു ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പ് കിട്ടി. ഇന്ത്യയിൽ നിന്ന് 16,000 ചില്ലാനം കുട്ടികളിൽ നിന്ന് 2 കുട്ടികളെ സെലക്ട് ചെയ്തതിൽ ഒരു കുട്ടി അവനായിരുന്നു.
മകൻ ഈ ആർട്ട് വർക്കുള്ള മകൻ ഞാൻ പറയാൻ പറ്റില്ല, പക്ഷെ നന്നായിട്ട് ഭരതനാട്യം ചെയ്യുമായിരുന്നു. ഞാനും അവനും കൂടിയിട്ട് യൂറോപ്പിലും അമേരിക്കയിലുള്ള പരമാവധി സ്റ്റേജുകളിൽ ചെയ്തിട്ടുണ്ട്. കഥകളിയും ഭരതനാട്യമുള്ള വ്യത്യാസം, കാരണം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അവർ ധരിച്ചു വരിക്കുന്നത് ഇന്ത്യൻ നൃത്തം പറഞ്ഞാൽ ബോളിവുഡ് കളിയാണെന്നാണ്. അതല്ല, പുരുഷൻ തന്നെയാണ് അതോറിറ്റി. ഇന്ത്യൻ നൃത്തത്തിൻ്റെ അതോറിറ്റി പുരുഷനാണ്, നടരാജനാണ്, അല്ലെങ്കിൽ ഭരതമുനിയാണെന്ന് പറഞ്ഞ് അതിൽ രണ്ടിലുള്ള പുരുഷത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറേ 10-22 യൂണിവേഴ്സിറ്റികളിലും ഇതൊക്കെ പോയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, രണ്ടിൻ്റെയും വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട്. കോട്ടയ്ക്കൽ ശശിധരൻ നമ്മോട് പറയുന്ന കുറേ ഉത്തരങ്ങളുണ്ട്, ഒപ്പം ചില ചോദ്യങ്ങൾ. അക്കാദമികമായ ഔപചാരികതകൾ ഇല്ലാതെ തന്നെ കലാരംഗത്ത് ആചാര്യസ്ഥാനം നേടാം എന്ന ഉത്തരം. കലാകാരൻ പാരമ്പര്യ കലാപഠനത്തിലുപരി പരീക്ഷകളുടെ കേവുഭാരങ്ങൾ പേറി വലയേണ്ടതില്ല എന്ന ഉത്തരം. എല്ലാത്തിനുമുപരി കലകൾ നേരം പോക്കുകളല്ല, ഗൗരവതരമായ ജീവിതോപാധികളും ഉപാസനാ മാർഗങ്ങളുമാണെന്ന ഉത്തരം. ഈ ഉത്തരങ്ങളുടെ മറുവശത്ത് ചോദ്യങ്ങളാണ്. നമ്മൾ കലാകാരനെ കലാബാഹ്യമായ ചട്ടക്കൂടുകളിൽ ബന്ധിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? പെർഫോമൻസ് അഥവാ കലാപ്രകടനം വ്യവസ്ഥാപിത സങ്കേതങ്ങളിൽ തന്നെ കാലാകാലം ബന്ധിക്കപ്പെട്ട് കിടക്കണമെന്നുണ്ടോ? വ്യവസ്ഥകളിൽ അയവ് വരുത്തുന്നത് മായം ചേർക്കലോ വെള്ളം ചേർക്കലോ ആണോ? ഉത്തരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാക്കുന്നില്ല, പകരം ഇടശ്ശേരി എഴുതിയതുപോലെ പറയട്ടെ. ഇടയുള്ളോർ വാദിപ്പിൻ മാർഗവും ലക്ഷ്യവും ഇടറിയോ ഞാനൊന്നു തലചായ്ക്കട്ടെ.